പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ വീണ്ടും നമുക്ക് ദൈവവചന പഠനമായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവവചന പഠനത്തിന് വേണ്ടി ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ ദാസനെയും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ ഈ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് ശക്തമായി ദൈവം ഉപയോഗിപ്പാൻ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ക്ലാസ് ഒരു അനുഗ്രഹമായി തീരുവാൻ, പിന്നീട് അത് യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കേൾക്കുന്നവർക്കെല്ലാം ഇത് അനുഗ്രഹമാകുവാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്, ചുരുക്കമായി പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ മഹത്വം ദൈവമേ, സ്തുതിക്കുന്നു അപ്പച്ചാ. ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇന്നൊരു പകൽക്കാലം കൂടി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു അപ്പച്ചാ. ഹല്ലേലൂയ. ഇന്ന് ഈ മീറ്റിംഗിൽ ദൈവമേ അനേകരുടെ മധ്യേ ദൈവമേ ഹല്ലേലൂയ ദേവദാസന്മാരോട് ഒന്നിച്ച് ദൈവമേ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അപ്പച്ചാ. ഹല്ലേലൂയ. ദൈവമേ അനേകർക്ക് ഈ ഭാഗ്യം ലഭിക്കാതിരിക്കുമ്പോൾ ദൈവമേ ഞങ്ങളെ ഇതിനായി തെരഞ്ഞെടുത്തതിനായി സ്തോത്രം അപ്പച്ചാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമേ ഹല്ലേലൂയ വചനം പറയുന്ന ദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ. ഹല്ലേലൂയ. ദൈവമേ ആ വചനങ്ങൾ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ദൈവമേ അതൊരു അനുഗ്രഹിക്കപ്പെട്ട വചനമായി പറയുവാൻ തക്കവണ്ണം അവനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അതെല്ലാം കേൾക്കുന്നവർക്ക് ഒരു അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ. ഹല്ലേലൂയ. ജീവിതത്തിന് ഒരു വഴിത്തിരിവായി തീരുവാൻ ദൈവമേ സന്തോഷവും സമാധാനവും ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ലഭിക്കുന്നതിനായി സ്തോത്രം അപ്പച്ചാ. ഹല്ലേലൂയ. ദൈവമേ ഇനി അനേക രീതിയിൽ ജോയിൻ ചെയ്യുവാനും അനേകർ ഈ വചനങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക രീതിയിൽ കൂട്ടി വരുത്തണമേ. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ ഈ ക്ലാസ്സുകളിലെല്ലാം പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ. ഹല്ലേലൂയ. ദൈവമേ ലാലു പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഷാജി പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ. ഇതിനെല്ലാം ദൈവമേ തക്കതായ വഴിയൊരുക്കിയതിനായി സ്തോത്രം അപ്പച്ചാ. ഹല്ലേലൂയ. ദൈവമേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവരെ കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങൾ ഇതൊരു അനുഗ്രഹമായി, ഈ പ്ലാറ്റ്ഫോം ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഒരുക്കണമേ. ഒരിക്കൽ കൂടി ദൈവമേ ഇന്ന് വചനം പറയുന്ന പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ പറയുമ്പോൾ ദൈവമേ കൂടുതൽ ദൈവമേ പരിശുദ്ധാത്മാവിന്റെ കൃപ നിറഞ്ഞ് അത് അനുഗ്രഹമായി തീരുവാനും കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അത് അനുഗ്രഹമായി തീരണമേ പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ. ഹല്ലേലൂയ. യേശുവിനെ മഹത്വം ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ഈ കടന്നു വന്ന ഓരോ ദൈവമേ ബ്രദറിനെ സിസ്റ്ററിനെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവർക്കെല്ലാം ഒരു അനുഗ്രഹമായി തീരണമേ. മാനവ മഹത്വം അങ്ങ് എടുക്കണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന കേൾക്കണമേ യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള തിയോളജി എന്നുള്ള വിഷയമാണല്ലോ പ്രിയ മാത്യു പി തോമസ് പാസ്റ്റർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് എടുക്കുവാനായി വളരെ സ്നേഹത്തോടെ ആദരവോടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഇന്നും നമ്മുടെ സ്ഥിരമായിട്ട് വായിച്ചു തരുന്നവരൊക്കെ വായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പാസ്റ്റർക്കും അറിയാമല്ലോ. വായിക്കുവാൻ അപ്രകാരം ഏൽപ്പിക്കുക. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ്സിനായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാൽ നമ്മുടെ ബൈബിൾ ക്ലാസ്സിനോട് ബന്ധപ്പെട്ട് ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. പ്രത്യേകാൽ ഈ ക്ലാസ്സിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയ പാസ്റ്റർ ലാലു ജേക്കബ്, മറ്റ് പ്രിയപ്പെട്ട എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ദൈവവചനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിപ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് തിയോളജിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. തിയോളജിയോടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവമായ കർത്താവ് നമ്മെ അധികമായി അതേ സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യുവാനായി ദൈവത്തിൻ്റെ പൊന്നുകരങ്ങളിലേക്ക് നമ്മെ തന്നെ അതേ സമർപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഈ ദിവസങ്ങളിൽ ക്രിസ്തുശാസ്ത്രത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ദൈവശാസ്ത്രത്തിനകത്ത് വളരെയധികം പ്രസക്തമായ ഭാഗങ്ങളാണ് നാം ഈ ദിവസങ്ങളിലൊക്കെ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നതെല്ലാം. അപ്പം തന്നെ
പാർട്ട് 2 ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് തുടങ്ങിയത്. പ്രാരംഭമായിട്ടുള്ള 1-2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അതുകൊണ്ട് അത് ഞാൻ വളരെ വേഗം ഒന്ന് പറയാം. യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ, താൻ ഒരു പ്രസംഗകനായിരുന്നു, അപ്പോൾ തന്നെ താൻ ഒരു ടീച്ചറായിരുന്നു. തൻ്റെ ശുശ്രൂഷകൾ, തൻ്റെ കഷ്ടതകൾ, ക്രൂസിഫിക്ഷൻ, ഇത് മുതലാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ദ നേച്ചർ ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവങ്ങളിൽ ഒന്നാമത്തേത് ഹോളി ലൈഫ്, വിശുദ്ധ ജീവിതം. ഈ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ഈ വാക്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ച റെഫർ ചെയ്തതാണ്. അതായത് സകലമാന പേരും യേശു ക്രിസ്തു നീതിമാനാണ് എന്ന് സപ്പോർട്ട് ചെയ്യുന്നു. പീലാത്തോസിൻ്റെ ഭാര്യ, ശതാധിപന്, അപ്പോൾ തന്നെ അശുദ്ധാത്മാവുള്ള മനുഷ്യര്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, സകലരും യേശു ക്രിസ്തു പരിശുദ്ധനാണ് എന്ന് പറയുന്നു. തൻ്റെ ദിവ്യ സ്വഭാവം. നമ്പർ 2, രണ്ടാമത്തേത് മുതലാണ് നമ്മളിത് പഠിക്കുന്നത്. നമ്പർ 2, ദ മീക്ക്നെസ് അല്ലെങ്കിൽ സൗമ്യത. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സൗമ്യത. സത്യത്തിൽ എന്താണ് സൗമ്യത എന്ന് ചോദിച്ചാൽ, കോപമോ കാഠിന്യമോ കാണിക്കാതെ മറ്റുള്ളവരോട് ശാന്തമായും മൃദുവായും ഇടപെടുവാൻ സഹായിക്കുന്ന ആന്തരിക സ്വഭാവമാണ് സൗമ്യത എന്ന് പറയുന്നത്. ജീവിതത്തിൽ നേരിടുന്ന കഷ്ടതകളോ മനുഷ്യർ ചെയ്യുന്ന അപരാധങ്ങളോ മനഃപൂർവ്വമായി നാം ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് സൗമ്യത ഉണ്ടെങ്കിൽ മാത്രമേ അത് കഴിയത്തുള്ളൂ. കർത്താവിൻ്റെ ദാസന്മാർ സൗമ്യതയോടെയാണ് വചനം പഠിപ്പിക്കേണ്ടത്. അപ്പൊ സൗമ്യത എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു പദമാണ് മത്തായി 11:29. അത് നമുക്ക് പ്രാരംഭമായിട്ടൊന്ന് വായിക്കാം. മത്തായി 11:29. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനും ആകിയാൽ എന്റെ ദുഃഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഓക്കെ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ. അപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സൗമ്യത വളരെ പ്രശംസനാർഹമാണ്. യേശു പറഞ്ഞ സൗമ്യത ഉള്ളവനാണ്, താഴ്മയുള്ളവനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുവാനിടയായി. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 1-ാം വാക്യത്തിലും താൻ പറയുന്നു, സൗമ്യതയെക്കുറിച്ചൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവൻ എന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവൻ എന്നുമുള്ള പൗലോസായി ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർത്ത് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പൗലോസ് പറയുക, ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും അതിനെ വളരെ ആകർഷിച്ച ഒരു സംഭവമാണ്. അപ്പോൾ തന്നെ 2 തീമോഥെയോസ് 2-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന മറ്റൊരു കാര്യം നമുക്ക് കാണാൻ കഴിയും. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്ന് പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതും ആകുന്നു. അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതാകും. സൗമ്യതയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ ധാരാളം കാര്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താന് ഗിരിപ്രഭാഷണത്തിൽ സംസാരിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളാണല്ലോ ഗിരിപ്രഭാഷണം. ആ ഗിരിപ്രഭാഷണത്തിൽ താൻ പറയുന്ന വാക്ക് 5-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കുന്നു. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കുന്നു. ഉണ്ടോ? അപ്പൊ സൗമ്യത എന്ന് പറയുന്നത് തീർച്ചയായും നമ്മിൽ ഉണ്ടാവേണ്ട ഒരു സ്വഭാവമാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവങ്ങളിൽ 2-ാമത്തെ സ്വഭാവമാണ് സൗമ്യത. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ
12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ അരയിൽ ഒരു വസ്ത്രം ഉടുത്തുകൊണ്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതാണ് രംഗം. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു. തൻ്റെ സൗമ്യതയുടെ ഏറ്റവും വലിയ തെളിവാണ് ഈ മത്തായിയുടെ യോഹന്നാന്റെ സുവിശേഷം 13:12 കാണുന്നത്. ഒന്ന് വായിച്ചു നോക്കാം. അവനവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ചു വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെയാകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. നിങ്ങൾ ശ്രദ്ധിക്കൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയവനാണ്. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവും വിളിക്കുന്നു, ഞാൻ അങ്ങനെ തന്നെ ആവുന്നു. സത്യം. അടുത്ത വാക്കിൽ ഇങ്ങനെ പറഞ്ഞു, ഗുരുവെന്നും കർത്താവ് എന്നും വിളിക്കുന്ന ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകുന്നു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പരസ്പരം പാദങ്ങൾ കഴുകുവീൻ എന്ന് പറയുകയാണ്. ഞാൻ നിങ്ങൾക്ക് സൗമ്യതയ്ക്ക് മാതൃകയാണ്. നിങ്ങളും സൗമ്യത പാലിക്കണം, പരസ്പരം പാദങ്ങൾ കഴുകണം എന്ന് പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ യേശുക്രിസ്തുവിന്റെ ഫോളോവേഴ്സ് എന്നുള്ള കാര്യം മറക്കാതിരിക്കട്ടെ, ഓർമ്മ വയ്ക്കട്ടെ. ഞാനോ നിങ്ങൾ ഉൾപ്പെടുന്ന സംഘടനകളുടെ ഫോളോവേഴ്സ് ആകരുത്, യേശുക്രിസ്തുവിന്റെ ഫോളോവേഴ്സ് ആകും. ഓക്കെ, മത്തായിയുടെ സുവിശേഷം 26:48 വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു, അവനെ പിടിച്ചുകൊള്ളുവീൻ എന്ന് അവർക്ക് ഒരു അടയാളം കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഞാൻ ഏവനെ ചുംബിക്കുമോ അവനാണ് യേശുക്രിസ്തു എന്ന് നേരത്തെ അവരോട് പറഞ്ഞിരുന്നു. എന്നിട്ട് ആ രംഗത്തിൽ കാണുന്നത്, യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് യൂദാസ് വന്നിട്ട് കെട്ടിപ്പിടിച്ചൊരു ചുംബനം ചെയ്തു. യേശു വിളിച്ച വിളി എന്നാണെന്നറിയാമോ? സ്നേഹിത, നീ വന്ന കാര്യം എന്ത്? ഉണ്ടോ? സ്നേഹിത, നീ വന്ന കാര്യം എന്ത്? തന്നെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി വന്ന യൂദാസിനോട് പോലും സ്നേഹിത, നീ വന്ന കാര്യം എന്ത് എന്ന് പറയുന്ന യേശു ക്രിസ്തുവാണ് സൗമ്യതയ്ക്ക് മാതൃക എന്ന് പറയുന്നത്. വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. നമ്മുടെ മാതൃക യേശു ക്രിസ്തുവാണ്. വിശുദ്ധിക്ക് മാതൃക യേശു ക്രിസ്തുവാണ്. സൗമ്യതയ്ക്ക് മാതൃക യേശു ക്രിസ്തുവാണ്. നമ്പർ 3, മൂന്നാമത്തെ കാര്യം, ദ ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ താഴ്മ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ താഴ്മ. നിങ്ങൾ ശ്രദ്ധിക്കൂ, യേശു ക്രിസ്തുവിന്റെ താഴ്മ എന്നൊക്കെ പറയുമ്പോൾ എന്തുവാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ താഴ്മ. ഫിലിപ്പിയർ 2-ാം 5-8 വരെയുള്ള വേദവാക്യങ്ങളാണ് അതിന്റെ മകുട ഉദാഹരണം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഉദാഹരണം ഫിലിപ്പിയർ 2-ാം 5-8 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ശ്രദ്ധിക്കൂ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തുകൊണ്ട് തന്നെത്താൻ ഒഴിച്ച് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി തീർന്ന അഥവാ മനുഷ്യ സ്വരൂപം കൂടെ താൻ സ്വീകരിച്ച് ക്രൂശിലെ മരണം വരെയും അനുസരണമുള്ളവനായി മാറിയ ഒരു കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ താഴ്മ നാം ശരിയായും ഗ്രഹിക്കണം. സൗമ്യതയ്ക്ക് നമ്മൾ വായിച്ച മത്തായി സുവിശേഷം 11:29 വായിക്കണ്ട, അതിനകത്ത് ഓൾറെഡി വായിച്ചിരുന്നു, ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകയാൽ എന്നാ വായിച്ചത്. അപ്പൊ താൻ താഴ്മയുള്ളവനാണ്. ഈ താഴ്മ എന്ന് പറയുമ്പോൾ ഗർവത്തിന്റെയും അഹമ്മദിയുടെയും വിരുദ്ധ ഭാവമാണ് സത്യത്തിൽ താഴ്മ. താഴ്മ ധരിക്കുക. ഈ ദൈവം തമ്പുരാന് ഏറ്റവും എതിർപ്പുള്ളത് ഗർവികളോടാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ പോലും പറയുന്നത്, ഗർവികളോട് ഞാൻ എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ ഞാൻ കൃപ നൽകും. അഹങ്കാരികൾക്കാണ് ദൈവം എതിരാളി.
താഴ്മയുള്ളവരെ എല്ലാവരും സഹായിക്കുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ്. തന്റെ താഴ്മയുടെ മറ്റൊരു ഉദാഹരണമാണ് യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിലെ 4-5 വാക്യങ്ങൾ തന്റെ താഴ്മയ്ക്ക് മറ്റൊരു ഉദാഹരണമാണ്. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം മൂരി വെച്ച് ഒരു തോർത്തും എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളവും പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. യേശുക്രിസ്തുവിന്റെ താഴ്മയെക്കുറിച്ച് ഇതിൽ കൂടുതൽ നമുക്കൊരു ലക്ഷണം വേണോ? പഠനം വേണോ? താൻ ആ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ തന്റെ വസ്ത്രം മാറ്റിവെച്ചിട്ട് തോർത്തരയിൽ ഉടുത്തുകൊണ്ട് ശിഷ്യന്മാരുടെ മുൻപിൽ കുനിഞ്ഞു നിന്നവരുടെ കാലുകൾ കഴുകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നാം ഒന്ന് കാണും. പത്രോസിന് 1-ാം ലേഖനം 2-ാം അധ്യായം 23-ാമത്തെ വാക്യത്തില് പത്രോസ് ശ്ലീഹ പറയുന്നത്, തന്നെ ശകാരിച്ചിട്ട് പകരം സഹായിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ടും ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുകയത്രേ ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നു. ദോഷത്തിന് പകരം ദോഷമോ ശകാരത്തിന് പകരം ശകാരമോ ചെയ്യാതെ ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് യേശുക്രിസ്തുവിന്റെ ആ സ്പിരിച്വാലിറ്റി, ആ ഒരു ജീവിതമാണ് നാമും ഒന്ന് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, താഴ്മയ്ക്കും മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. താഴ്മയ്ക്കും മോഡൽ, വിശുദ്ധിക്ക് മോഡൽ യേശുവേ ഉള്ളൂ, സൗമ്യതയ്ക്ക് മോഡൽ യേശുവേ ഉള്ളൂ, താഴ്മയ്ക്ക് മോഡൽ യേശുവേ ഉള്ളൂ. നമ്പർ 4, 4-ാമത്തെ കാര്യം ദ കമ്പാഷൻ അല്ലെങ്കിൽ മനസ്സലിവ്. യേശുക്രിസ്തുവിന്റെ മനസ്സലിവ് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 34, 3-ാം അധ്യായം 2:9-22, 1:42 ഞാൻ അടുപ്പിച്ച് തന്നെ വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ദയവായി ഓരോരുത്തരായിട്ടൊന്ന് വായിച്ചാൽ മതിയാകും. ഒന്ന് നോക്കൂ, മനസ്സലിവ്. വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞു പലതും ഉപദേശിച്ചു തുടങ്ങി. ഇടയനില്ലാത്ത ആടുകളെ പോലെ അവരെ കണ്ടപ്പോൾ യേശു മനസ്സലിഞ്ഞു അവരോട് ഉപദേശിച്ചു തുടങ്ങി. 3:2 അവൻ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബ്ബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു. പിന്നെ അവരോട്, ശബ്ബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു. ആ മനുഷ്യനോട് മനസ്സലിഞ്ഞവനായ ഒരു നല്ല കർത്താവ്. 9-ാം അധ്യായത്തിനകത്ത് 22 മുതലുള്ള വാക്യങ്ങൾ, അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ട് നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുകയാണ്. യേശു മനസ്സലിഞ്ഞു, അവരെ സഹായിച്ചു. 1-ാം അധ്യായം 42-ാം വാക്യം, മനസ്സുണ്ട് ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. മനസ്സുണ്ട് ശുദ്ധം. മനസ്സലിവിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ നോക്കിക്കൊണ്ടിരുന്നതല്ല. മനസ്സലിവ്, നമ്മുടെ കർത്താവിന്റെ മനസ്സലിവ് ഭയങ്കരമായിരുന്നു. കമ്പാഷൻ, വേദനിക്കുന്നവരോടുകൂടെ വേദനിക്കുന്ന ഒരുവനായിരുന്നു, കരയുന്നവരോട് കരയുന്ന ഒരുവനായിരുന്നു. മത്തായി സുവിശേഷം 14:14, അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അവൻ വന്നു പുരുഷാരത്തെ കണ്ടു മനസ്സലിഞ്ഞു രോഗികളെ സൗഖ്യമാക്കി. 9-ാം അധ്യായം 36, അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. ലൂക്കോസ് 7:12, അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തിനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിൽ ഒരു വലിയ പുരുഷാരം അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു മഞ്ചം തൊട്ടു ചുമക്കുന്നവൻ നിന്നു.
ബാല്യക്കാരൻ എഴുന്നേൽക്കാൻ അവനോട് പറയുന്നു എന്ന് അവർ പറഞ്ഞു. ആ യാത്രയില് അവിടെ വെച്ച് യേശു മനസ്സലിയുകയാണ്. യേശു മനസ്സലിഞ്ഞു. മഞ്ചം തൊട്ടു. മരിച്ചു കിടക്കുന്ന വ്യക്തി ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. നമ്മുടെ കർത്താവിൻ്റെ മനസ്സലിവെന്ന് പറയുന്നത് ഒരു ഭയങ്കര കാര്യമാണ്. നേരെ ബൈബിൾ മൊത്തം നമ്മൾ നോക്കൂ. ഞാൻ 2-3 വാക്യങ്ങൾ സെലക്ട് ചെയ്തതേ ഉള്ളൂ. മനസ്സലിവിനെ കുറിച്ച് ഇഷ്ടം പോലെ വാക്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ട് തന്നെയുണ്ട്. മനസ്സലിയുന്ന കർത്താവ്. ലാസറിന്റെ കല്ലറയ്ക്ക് ചെന്നപ്പോഴോ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. മാർത്ത വന്ന് പറയുന്നു, മറിയ വന്ന് പറയുന്നു, മറിയ അവന്റെ കാൽക്കീഴിൽ നിന്ന് കരയുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുന്ന വാക്യം യോഹന്നാൻ സുവിശേഷം 11:35 യേശു ക്രിസ്തു കണ്ണുനീർ വാർത്തു. യേശു കരയുകയായിരുന്നു അവരുടെ കൂടെ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മനസ്സലിവ് എത്ര ഭയങ്കരമായി. നമ്പർ 5, 5-ാമത്തെ കാര്യം. 1 വിശുദ്ധി, 2 സൗമ്യത, 3 താഴ്മ, 4 മനസ്സലിവ്, 5 ദ ഹാർഡ് വർക്ക്. യേശുക്രിസ്തുവിന്റെ പരിശ്രമശീലം. യേശുക്രിസ്തു ഒരു വർക്ക് ഹോളിക്കാരൻ. മർക്കോസിന്റെ സുവിശേഷം 1:35, 6:31 വാക്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കൂ. യേശു ഒരു വർക്ക് ഹോളിക്കായിരുന്നു. വെറുതെ എവിടെയെങ്കിലും ഇരുന്ന് സമയം പാഴാക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. 1:35. അധികാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അധികാലത്തെ ഇരുട്ടോടെ എഴുന്നേറ്റ് പോയി നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിക്കുന്നവനായിരുന്നു യേശു ക്രിസ്തു. അധികാലത്തെ നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്നവനായിരുന്നു കർത്താവ് യേശു ക്രിസ്തു. അപ്പം തന്റെ മിനിസ്ട്രി അതിരാവിലെ ആരംഭിക്കുന്നു. 6-ാം-31 വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായതുകൊണ്ട് അവൻ അവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പം ഭയങ്കര ബിസി ആയിരുന്നു. നമ്മൾ പലരും ബിസിയാന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നത്. പക്ഷെ യേശു ക്രിസ്തു ബിസി ആയിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ യേശുവിൻ്റെ അടുത്ത് വരുന്നു. ഉണ്ടോ? അവര് വിശന്നിരിക്കുന്നു എന്ന് മനസ്സിലായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, അല്പം വേറിട്ട് നിങ്ങൾ ആശ്വസിച്ചു കൊള്ളുവീൻ എന്ന് പറയുകയാണ്. 10-ാം-45 വാക്യമോ, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. തന്റെ ശുശ്രൂഷയെ കുറിച്ച് എഴുതിയിരിക്കുക. മറുവിലയായി തന്റെ ജീവനെ നൽകുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷത്തിനകത്ത് 4-ാം അധ്യായം 31 മുതൽ ഉള്ള 1-2 വാക്യങ്ങളിൽ അവനോട്, റബ്ബി ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്ന് അവരോട് പറഞ്ഞു. ശമരിയക്കാരി സ്ത്രീയുമായിട്ട് സംഭാഷിക്കുന്ന സമയമാണ്. ആ സംഭാഷണം തീരുന്ന സമയത്തേക്ക് ശിഷ്യന്മാര് ഭക്ഷണം കൈക്കൊള്ളാൻ പോയിരുന്നു. അവർ ഭക്ഷണമായിട്ട് വന്നപ്പോൾ യേശുവിനോട് പറഞ്ഞു, ഗുരു ഭക്ഷിച്ചാലും. യേശു പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്കുണ്ട്. എന്തായിരുന്നു അറിയാത്ത ആഹാരം? ഒരു ശമരിയ പട്ടണം മുഴുവൻ അവിടെ വന്നു ഈ സുവിശേഷം കേൾക്കുവാനിടയായി തീർന്നു. യേശുവിൻ്റെ പരിശ്രമശീലം നിങ്ങൾ നോക്കൂ. ഭക്ഷണത്തിന് വേണ്ടി യേശു സുവിശേഷം മാറ്റിവെക്കത്തില്ലായിരുന്നു. ധാരാളം പേര് ക്രിസ്തുവിനെ അറിയാൻ വരുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്ന ടൈപ്പ് അല്ലായിരുന്നു യേശു ക്രിസ്തു. യോഹന്നാൻ സുവിശേഷം 5-ാം-അധ്യായം 17-ാം വാക്യം. യേശു അവരോട്, എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഓക്കെ, എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. 9:4 എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. എന്നെ അയച്ചവന്റെ പ്രവൃത്തി ഞാൻ പകലുള്ളിടത്തോളം ചെയ്യേണ്ടതാകുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത രാത്രി വരുന്നു. മാന്യ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ഒരു വർക്ക് ഹോളിക്കായിരുന്നു. ഭയങ്കരമായ പ്രവർത്തകനായിരുന്നു. പകലുള്ളിടത്തോളം കർത്താവിന്റെ വേല ചെയ്യുന്നവനായിരുന്നു. പിതാവിന്റെ വേല ചെയ്യുന്നവനായിരുന്നു. 17-ാം-അധ്യായം 3-ാം വാക്യത്തിലോ, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ഓക്കെ, അപ്പൊ വളരെ വളരെ
വർക്ക് ഹോളിക്കായ, പരിശ്രമശീലമുള്ള, ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുവനായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമുക്ക് മാതൃക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്പർ 6, ദ ലവ്, സ്നേഹം. സ്നേഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, സ്നേഹം എന്നുള്ള ഒരു വാക്കിനകത്ത് പല രീതിയിൽ ഗ്രീക്ക് ഭാഷയിലെ പദങ്ങളുണ്ട്. സാഹോദര്യ സ്നേഹത്തിന് ഉള്ള ഗ്രീക്ക് വാക്കുണ്ട്, അപ്പൻ മക്കൾ ബന്ധങ്ങൾക്കുള്ള ഗ്രീക്ക് വാക്കുണ്ട്. ഇതിനെല്ലാം വ്യത്യസ്തമായ ഗ്രീക്ക് വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഭാര്യ ഭർത്തൃബന്ധത്തിന് ഉപയോഗിച്ചിട്ടുള്ള ഗ്രീക്ക് വാക്കുണ്ട്. എന്നാൽ ഇവിടെ ദ ലവ് എന്ന് ഉപയോഗിക്കുന്നത് അഗാപ്പയെ കുറിച്ചാണ്. അഗാപ്പെ, അഗാപ്പെ ലവ്. അഗാപ്പെ എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായ സ്നേഹം, ദൈവസ്നേഹം. മാനുഷിക സ്നേഹത്തിനൊക്കെ പരിമിതികളുണ്ട്, എന്നാൽ ദൈവസ്നേഹത്തിന് പരിമിതിയില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ വളരെയധികം മാടി വിളിക്കുകയാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൽ എതിരഭിപ്രായമൊന്നും നമുക്കില്ല. അതുപോലെ നമ്മെ സ്നേഹിക്കുന്ന ഒരുവനാണ് നമ്മുടെ ദൈവം. കൊലോസ്യ ലേഖനം നമ്മെ 1-ാം അധ്യായത്തിനകത്ത് പറയുന്നു, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. സ്നേഹ സ്വരൂപനായ പുത്രൻ. അപ്പൊ സ്നേഹത്തിന്റെ സ്വരൂപമാണ് കർത്താവായ യേശു ക്രിസ്തു. സ്നേഹസ്വരൂപനാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 22:30. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നുള്ള പദം അല്ല നമ്മൾ പൊതുവെ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? ആരാധിക്കണമെന്നാ പറയുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ ആരാധിക്കണം എന്നൊക്കെ നമ്മൾ കൈയൊക്കെ അടിച്ച് വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. സത്യത്തിൽ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ശരിയായിട്ടൊന്ന് പഠിക്കൂ എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദൈവത്തെ സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനടുത്ത് ശാസ്ത്രിമാരിൽ ഒരുവൻ വന്നിട്ട് ചോദിച്ച ചോദ്യങ്ങൾ നമുക്കറിയാം. ഗുരു, ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാന്ന് ചോദിച്ചു. ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന നമ്പർ 1, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തേതോ, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ഇതിൽ സകല ന്യായപ്രമാണവും സകല പ്രവാചകന്മാരും സകല തിരുവെഴുത്തും ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പഠിപ്പിച്ചത് ഇന്നത്തെ സഭാ സമൂഹത്തിന്റെ നേതാക്കന്മാരല്ല, പകരം യേശു ക്രിസ്തുവാണ് പഠിപ്പിച്ചത്. യേശു ക്രിസ്തുവിനേക്കാൾ വലുതായി ആരുമേ ഇല്ലല്ലോ. യേശു പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, ഇതാണ് കൽപ്പനയുടെ ആകത്തുക, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആകത്തുക, തിരുവെഴുത്തുകളുടെ ആകത്തുക സ്നേഹമാണ്. സ്നേഹമാണ്. പ്രിയ സഹോദരങ്ങളെ, സ്നേഹമാണ് നമുക്ക് അനിവാര്യം. കൃപാവരങ്ങളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ എഴുതി ഇങ്ങോട്ട് വന്നപ്പോൾ താൻ കൃപാവരങ്ങൾക്ക് ബ്രേക്ക് ചെയ്തിട്ട് 13-ാമത്തെ ഒരധ്യായത്തിനകത്ത് സ്നേഹത്തെക്കുറിച്ചായിരുന്നു എഴുതിയത്. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. എന്തെല്ലാം ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും നിന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും നിനക്കുള്ളതെല്ലാം
അന്നദാനം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. സ്നേഹമാണ് ഏറ്റവും ആത്യന്തികമായ ദിവ്യ സ്വഭാവങ്ങളിൽ നമ്മിലേക്ക് പ്രവഹിക്കേണ്ടത്. ഈ സ്നേഹത്തിനും മാതൃക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉള്ളൂ. പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് പറയുന്ന വാക്കുകൾ നമുക്ക് അറിയാമല്ലോ. ഈ സ്നേഹത്തെ ഒത്തിരി ബൈഫ്രിക്കേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. പിതാവിനോടുള്ള സ്നേഹം, മനുഷ്യരോടുള്ള സ്നേഹം, ലോകത്തോടുള്ള സ്നേഹം, ആത്മസ്നേഹിതനായ ക്രിസ്തു, സ്നേഹത്തിൻ്റെ പ്രദർശനം, ഇങ്ങനെയൊക്കെ സബ് പോയിന്റുകളായിട്ടൊക്കെ നിങ്ങൾ വിശാലമായിട്ട് പഠിക്കുക. ഇന്ന് ഞാൻ വളരെ ആധികാരികമായി ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം പറയട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രഹിക്കൂ, ആരാധനയേക്കാൾ ശ്രേഷ്ഠതയുള്ളത് ദൈവത്തെ സ്നേഹിക്കുന്നതാണ്. ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞില്ലേ, നിങ്ങളുടെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ യാഗവസ്തുവോടെ മാറ്റിവെക്കൂ. ആരാധന കഴിക്കണ്ട, യാഗം കഴിക്കണ്ട. ആദ്യം ചെന്ന് അവനോട് നിരപ്പ് പ്രാപിക്കൂ, എന്നിട്ട് വന്ന് ആരാധന കഴിക്കൂ എന്നല്ലേ പറഞ്ഞത്? അപ്പോ സ്നേഹമല്ലേ അതിന്റെ അടിസ്ഥാന കാരണം. സ്നേഹമില്ലാത്ത ആരാധനകളിൽ ദൈവം തമ്പുരാൻ പ്രസാദിക്കുമെന്നൊന്നും ആരും വിചാരിക്കരുത്. അന്യഭാഷ പറയുകയൊക്കെ ചെയ്യുമായിരിക്കാം. അതുകൊണ്ടൊന്നും ദൈവം പ്രസാദിക്കണമെന്നില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ നന്നായിരുന്നു. നമ്പർ 7, ബാക്കി നിങ്ങൾ പൂരിപ്പിക്കൂ. 7, പ്രാർത്ഥനാ ജീവിതം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം. ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കൂ, പ്രാർത്ഥന ഇടപെടാതെയുള്ള പ്രാർത്ഥനയുണ്ട്, രഹസ്യ പ്രാർത്ഥനയുണ്ട്, പരസ്യ പ്രാർത്ഥനയുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, സ്പെഷ്യൽ ടൈപ്സ് ഓഫ് പ്രയറുകൾ ഒക്കെ ഉണ്ട്. ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഓഫ് പ്രയറുകളുണ്ട്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് പ്രയറുകളുണ്ട്. അവസരത്തിനൊത്തേ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റത്തുള്ളൂ. എല്ലായിടത്തും ഒന്ന് തന്നെ പ്രാർത്ഥിക്കരുത്. എല്ലായിടത്തും തുടങ്ങേണ്ട പ്രാർത്ഥനകൾക്ക് വ്യത്യസ്തതകൾ നമ്മൾ ഉണ്ടായിരിക്കണം. എപ്പോഴും പരിശുദ്ധ ദൈവമേ എന്ന് തന്നെയല്ല പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടത്. ഒരു മരണ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലുള്ള പിതാവും സർവാശ്വാസങ്ങളുടെ ദൈവം എന്നൊക്കെ പറയാൻ പഠിക്കണം. പ്രാർത്ഥന വ്യത്യസ്തമായിരിക്കണം, വാക്കുകൾ വ്യത്യസ്തമായിരിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കൂ, പ്രാർത്ഥന പ്രാപ്യമായ അർത്ഥന എന്നാണ് പ്രാർത്ഥന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. പ്രാപ്യമായ അർത്ഥന. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം. പക്ഷെ പ്രാർത്ഥനയിൽ ഒത്തിരി നമ്മൾ കമാൻഡ് ചെയ്യുന്നവരാണ്. പ്രയറിനേക്കാൾ, ഒരു സപ്ലിക്കേഷനേക്കാൾ, ഒരു സമർപ്പണത്തെക്കാൾ കമാൻഡിങ് ആണ് കൂടുതലായി പ്രാർത്ഥനയിൽ കാണുന്നത്. എൻ്റെ വാത്സല്യ സ്നേഹിതരെ ഞാൻ പറയട്ടെ, പ്രാർത്ഥന കമാൻഡിങ് അല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയായിരിക്കണം. ദൈവത്തോട് സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുന്നതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന വേറെ, കമാൻഡിങ് വേറെ. പ്രാർത്ഥിക്കൂ, ദൈവത്തോട് അപേക്ഷിക്കൂ, പ്രാർത്ഥന. ഈ പരസ്യ പ്രാർത്ഥനയേക്കാൾ വാല്യൂ കൂടുതലുള്ള രഹസ്യ പ്രാർത്ഥനയാണ്. പരസ്യ പ്രാർത്ഥനയ്ക്ക് വലിയ വാല്യൂ ഒന്നുമില്ല. പരസ്യ പ്രാർത്ഥന നമ്മൾ നടത്തണം, അതാരെയും മടക്കാതെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. പരസ്യ പ്രാർത്ഥന നിങ്ങൾ പഠിച്ചു നോക്കിയോ. പരസ്യ പ്രാർത്ഥന എല്ലാവരെയും ഒക്കെ ഒന്ന് സന്തോഷിപ്പിച്ചൊക്കെയുള്ള പ്രാർത്ഥനയാണ് പരസ്യ പ്രാർത്ഥന. അതിന് വലിയ വാല്യൂ ഒന്നുമില്ല, വാലിഡിറ്റി ഇല്ല. എന്നാൽ രഹസ്യത്തിലുള്ള പ്രാർത്ഥനയാണ് ഞാനും നിങ്ങളും അനുവർത്തിക്കേണ്ട പ്രാർത്ഥന. രഹസ്യത്തിൽ പ്രാർത്ഥിക്കും. രഹസ്യ പ്രാർത്ഥന എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക എന്നാണ്. ഞാൻ ഇംഗ്ലീഷ് കമന്ററി വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുക, സീക്രട്ട് പ്രെയർ മീൻസ് പ്രേയിങ് ഇൻ സീക്രട്ട്. രഹസ്യ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. അവിടെ നമ്മുടെ ദൈവത്തോട് എന്ത് വേണമെങ്കിലും പറയാം. ഉണ്ടോ?
അവിടെയാണ് നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവേ അയാളുടെ സ്വഭാവത്തിന് മാറ്റം തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കേണ്ടത്. പരസ്യമായിട്ട് അയാളുടെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സ്വഭാവം മാറ്റണേ എന്ന് പറഞ്ഞാൽ വിവരം അറിയും നമ്മൾ. അപ്പൊ പരസ്യ പ്രാർത്ഥനയ്ക്ക് പരിമിതികളുണ്ട്. രഹസ്യ പ്രാർത്ഥനയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, അത് ഇന്റർസെസറി പ്രേയർ, കുടുംബ പ്രാർത്ഥനയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ യേശു പ്രാർത്ഥിച്ച 3 ലൊക്കേഷൻസ് വളരെ വേഗം ഞാനത് കാണിച്ചു തരാം. യേശു ക്രിസ്തു പ്രാർത്ഥിച്ച ചില അവസരങ്ങൾ. ഒന്ന്, ലൂക്കോസ് സുവിശേഷം മാത്രം നിങ്ങളൊന്ന് എടുത്തു പിടിച്ചാൽ മതി. ലൂക്കോസ് 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ യേശു പ്രാർത്ഥിച്ച ആദ്യത്തെ ഒക്കേഷൻ കാണാം. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. മതി. യേശു ക്രിസ്തു സ്നാനമേറ്റ സമയത്ത് പ്രാർത്ഥിച്ചു. നമ്പർ 2, 5:16. അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിന് തൊട്ട് മേളത്തെ വാക്യം വായിക്കണ്ട. അത്ഭുതങ്ങൾ നടന്നു അവിടെ. അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ യേശുവിനെ എല്ലാവരും വന്ന് അന്വേഷിച്ചപ്പോൾ യേശു അവിടെ ഒന്നും ഇല്ല. യേശു നിർജ്ജന ദേശത്തേക്ക് വാങ്ങിപ്പോയി പ്രാർത്ഥിക്കാനായിട്ട്. 6:12. അക്കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. കണ്ടോ, ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു എന്നാ മലയാളത്തിൽ കിടക്കുന്നത്. ഇംഗ്ലീഷിൽ കിടക്കുന്നതിനെന്നറിയോ? ഈ സ്പെൻഡ് ടൈം വിത്ത് ഗോഡ് അറ്റ് ഹോൾ നൈറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചവനായിരുന്നു യേശു ക്രിസ്തു. പിറ്റേ ദിവസം നേരം എടുത്തപ്പോൾ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. ഉണ്ടോ, യൂദായ്ക്ക് വേണ്ടിയും 1 മണിക്കൂർ പ്രാർത്ഥിച്ച ആളാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ 12 പേരിൽ ശ്രദ്ധിക്കൂ, 11 പേരും ഗലീലക്കാരായിരുന്നു. ഒരാളെ ഉള്ളായിരുന്നു സ്വന്തം നാട്ടുകാരൻ. യഹൂദാദേശത്തിന്റെ അടുത്ത നാടിന്റെ പേരാ കിരിയത്ത്. അതാണ് ഇസ്കറിയോത്ത് യൂദ എന്ന് പറയുന്ന. സ്വന്തം നാട്ടിൽ നിന്ന് ഒരാളെ എടുത്തു. ഒരാൾ മതിയായിരുന്നു, അതുകൊണ്ടാണ് ഒരാളുടെ ആവശ്യമുള്ളൂ. യെസ്, 9-ാം അധ്യായം 15-ാം വാക്യം. അവർ അങ്ങനെ ചെയ്തത് എല്ലാവരെയും ഇരുത്തി അവൻ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ചു നുറുക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. 5 അപ്പം കയ്യിലെടുത്തുകൊണ്ട് മുകളിലേക്ക് നോക്കി താൻ പ്രാർത്ഥിച്ച് അത് നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇവർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും പ്രാർത്ഥിക്കുന്ന ഒരു യേശുവായിരുന്നു. 18-ാമത്തെ വാക്യം. അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. നോക്കിയേ, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു കഴിഞ്ഞിട്ടും യേശുവിനെ നോക്കിയാൽ കാണത്തില്ല. താൻ തനിച്ച് പ്രാർത്ഥിക്കാനായിട്ട് മാറിപ്പോയിരിക്കുക. പ്രാർത്ഥന തന്റെ ജീവിതത്തിന്റെ സ്വഭാവമായിരുന്നു. 28-ാമത്തെ വാക്യം. വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. നോക്കിയേ, പത്രോസിനെയും യോഹന്നാനെയും അതെ യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് മലയിലേക്ക് പോയി. സ്നേഹിതരെ, യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതം കണ്ടോ? തന്റെ ഇന്നർ സർക്കിളിൽപ്പെട്ടവരായിരുന്നു പത്രോസും യാക്കോബും യോഹന്നാനും. 3 പേർ ഉൾപ്പെടുന്ന ഒരു സർക്കിൾ, കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറയും. ഏകകേന്ദ്ര വൃത്തം 3 സെന്റിമീറ്റർ അതെ വരുന്ന രീതിയിൽ ഒരു സർക്കിൾ വരച്ചാൽ കിട്ടുന്നതാണ് 3 പേര്. 7 പേരുടെ സർക്കിൾ വേറെ ഉണ്ടായിരുന്നു, 12 പേരുടെ സർക്കിൾ വേറെ ഉണ്ടായിരുന്നു. ഈ 3 പേരെ കൂട്ടിക്കൊണ്ടുപോയി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുമായിരുന്നു. ഓക്കെ, 10-ാം അധ്യായം 17-ാം വാക്യത്തിലോ 70 സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവനോട് സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ 70 പേരെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ട്
യേശു ചെയ്ത കാര്യം പ്രാർത്ഥിക്കുകയായിരുന്നു. അവര് സുവിശേഷം പറയാൻ പോയി, ഭൂതങ്ങൾ കീഴടങ്ങുന്നു. അവർ സന്തോഷത്തോടെ തിരിച്ചു വന്നപ്പോൾ യേശു പറഞ്ഞു, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ശ്രദ്ധിക്കൂ, സുവിശേഷ പ്രവർത്തനത്തിന് ആൾക്കാർ പോകുമ്പോൾ പോകാൻ കഴിയാത്തവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ നിരതരായിരിക്കും. യേശു പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. ചാപ്റ്റർ 11:1 11:1 അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാർ വന്ന് ചോദിച്ചു. പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് ആരും കയറി വർത്താനം പറയത്തില്ലായിരുന്നു യേശുവിനോട്. യേശുവിന്റെ പ്രയർ ടൈമിൽ ആരും കയറി ഡിസ്റ്റർബ് ചെയ്യത്തില്ലായിരുന്നു. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഞങ്ങളെയും കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം, ശിഷ്യന്മാർ യേശുവിനോട് റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യമേ ഉള്ളൂ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന്. യേശുവെ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അപ്പൊ ശിഷ്യന്മാരെ താൻ പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് മുൻപും താൻ പ്രാർത്ഥനാ നിരതനായിരുന്നു. യേശു താൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. 22-ാം അധ്യായം 39-ാം വാക്യം. പിന്നെ അവൻ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ആ ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അവരോട്, നീ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഓക്കെ, ഗെത്സമനായിലെ പ്രാർത്ഥന. യേശു താൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അടുത്ത നിമിഷം എന്ത് സംഭവിക്കാൻ പോകുന്നു യേശുവിന് അറിയാം, ശിഷ്യന്മാർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. യേശു ഉറങ്ങിയില്ല. രക്തം വേർപ്പുതുള്ളികൾ പോലെ മാറിയത് ഗെത്സമനായിലെ പ്രയറാണ്. മുമ്പിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു അറിഞ്ഞുകൊണ്ട് അതീവ ഗൗരവമായി തീഷ്ണതയോടെ പ്രാർത്ഥിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. 23-ാം അധ്യായം 34-ാം വാക്യം. യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ക്രൂശിൽ കിടന്നപ്പോഴും തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. 46-ാം വാക്യമോ. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. എന്തു ആ വാക്കിന്റെ അർത്ഥം ഒന്ന് മനസ്സിലായോ? ഹി ഡൈഡ് വിത്ത് പ്രയർ. യേശു ക്രിസ്തു മരിച്ചത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മരിച്ചത്. എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മാതൃക യേശു ക്രിസ്തു തന്നെയാണ് പ്രിയരെ. ഞാൻ ചോദിക്കട്ടെ, യേശുവിനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? യേശു ദൈവമല്ലേ? പക്ഷെ താൻ മാതൃക നമുക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതം. യേശു ക്രിസ്തു രാത്രിയിൽ പ്രാർത്ഥിച്ചു, അധികാലത്ത് പ്രാർത്ഥിച്ചു, ഏകനായി പ്രാർത്ഥിച്ചു. ഒത്തിരി രംഗങ്ങൾ. തനിക്ക് സഹകാരികൾ ഇല്ലാതിരുന്നപ്പോൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. 3 പേരോടെ പ്രാർത്ഥിച്ചു, 7 പേരോടെ പ്രാർത്ഥിച്ചു, 70 പേരോടെ പ്രാർത്ഥിച്ചു, പുരുഷാർത്ഥത്തോടെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം അറ്റ് എനി ടൈം, ഏത് സമയത്തും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിലെ യേശുവിന്റെ ബോഡി പോസ്റ്റർ, ചില സ്ഥലത്ത് യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ചിലയിടത്ത് കവിണ്ണു കിടന്ന് പ്രാർത്ഥിച്ചു, ചിലയിടത്ത് മുഖം കുനിച്ച് പ്രാർത്ഥിച്ചു, ചിലയിടത്ത് അപ്പം കൈയെടുത്ത് മേലോട്ട് നോക്കി പ്രാർത്ഥിച്ചു. അതെ, ഒത്തിരി വിവിധ രീതിയിലുള്ള ബോഡി പോസ്റ്ററുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ എല്ലാ ആത്യന്തിക ലക്ഷ്യം യേശു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതം നമ്മളെ ആകർഷിക്കണം പ്രിയരെ. ഓക്കെ, നമ്മളിപ്പോൾ 7 കാര്യം പറഞ്ഞു. ഏതൊക്കെയാണ് യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവങ്ങൾ? ഓക്കെ, നമ്പർ 1 വിശുദ്ധി, നമ്പർ 2 സൗമ്യത, നമ്പർ 3 താഴ്മ, നമ്പർ 4 മനസ്സലിവ്, നമ്പർ 5
പരിശ്രമം, പരിശ്രമശീലം. നമ്പർ 6 സ്നേഹം, സ്നേഹം. നമ്പർ 7 പ്രാർത്ഥന. പ്രാർത്ഥനാ ജീവിതം. യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം ഇത് നാം പകർത്തിയെടുക്കുവാൻ തയ്യാറാവണം. ഇതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളാകണം. ശ്രദ്ധിക്കൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ, പ്രത്യേകിച്ച് ഗതസമനായ പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി വന്നു എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദൂതന്മാർ ഇറങ്ങി വന്ന് അവനെ ശക്തിപ്പെടുത്തി. നിങ്ങൾ ശ്രദ്ധിക്കൂ, പിതാവേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിത്തരണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ ആവട്ടെ. ദൈവ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കൂ, മറ്റൊരു സുവിശേഷം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ തന്നെ അത് ഏറ്റെടുക്കണമെങ്കിൽ കർത്താവേ, ഞാൻ അത് ഏറ്റെടുക്കാം. മാനവലോകത്തിന്റെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി ആ പാപത്തിന്റെ ആ ശിക്ഷയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തത്. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക് യേശു ക്രിസ്തുവിന്റെ മരണം എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട അടുത്ത ടോപ്പിക്. യേശു ക്രിസ്തുവിന്റെ മരണം. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കണം, ക്രിസ്തുശാസ്ത്രത്തിന്റെ, ക്രിസ്തുമാർഗത്തിന്റെ കാതലായ ഉപദേശം എന്ന് പറയുന്നത് ഭാവിയായ ഒരു മനുഷ്യന്റെ വീണ്ടെടുപ്പാണ്. ഈ വീണ്ടെടുപ്പിന്റെ അടിസ്ഥാനം ന്യായപ്രമാണമല്ല. വീണ്ടെടുപ്പിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ്. ക്രിസ്തുവിന്റെ മരണം നിസ്തുല്യമാണ്. ജനിച്ചത് കൊണ്ട് ഇവിടെ മനുഷ്യൻ മരിക്കുന്നു, എന്നാൽ യേശു ക്രിസ്തു മരിക്കുവാൻ വേണ്ടി ഇവിടെ ജനിച്ചു. സ്വന്തം മരണത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പലപ്പോഴും പറയുന്ന ധാരാളം കാര്യങ്ങൾ നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിനകത്ത് 37-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞൊരു വാക്യമുണ്ട്. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിൽ സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു. സത്യത്തിന് സാക്ഷ്യം നിന്നുകൊണ്ട് സത്യത്തിന് വേണ്ടി നിൽക്കുവാനും അതിനായി ഞാൻ ലോകത്തിൽ വന്നുമിരിക്കുന്നു എന്ന് യേശു ക്രിസ്തു പറയുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യത്തിലോ, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. കണ്ടോ, അനേകർക്ക് വേണ്ടി ജീവനെ മറുവിലയായി കൊടുക്കാൻ വേണ്ടിയാണ് വന്നത്. നോക്കിയേ, മുഖവുര എന്ന സെക്ഷൻ ഇപ്പൊ കഴിഞ്ഞത്. യേശു ക്രിസ്തുവിന്റെ മരണം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നു. അതിന്റെ മുഖവുര കഴിഞ്ഞു. ഇത് ഇമ്പോർട്ടൻസ് ഓഫ് ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രാധാന്യത എന്താണ്? യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രാധാന്യത, ഇമ്പോർട്ടൻസ് ഓഫ് ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. നമ്പർ 1, ഡെത്ത് ഈസ് റിലേറ്റഡ് വിത്ത് ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. മരണം യേശു ക്രിസ്തുവിന്റെ ആളത്വവുമായി ബന്ധപ്പെട്ടിരിക്കുക. ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെക്കാൾ വിലയുള്ളതായിരുന്നു ക്രിസ്തുവിന്റെ ആളത്വം എന്ന് പറയുന്നത്. കാരണം തൻ്റെ ജീവിതത്തിനും തൻ്റെ പ്രവൃത്തിയിലും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു തൻ്റെ ജീവിതം മുഴുവൻ. അപ്പോൾ ക്രിസ്തുവിന്റെ മരണം തിരുവെഴുത്തുകളിലൂടെ നമുക്ക് നൽകുന്നത്, അഥവാ തിരുവെഴുത്ത് വെളിപ്പെടുത്തി തരുന്നത്, തീർച്ചയായും മനുഷ്യന് വിമോചനം നൽകുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെയാണ്. അതുകൊണ്ടാണ് യേശുവിന്റെ മരണം യേശുവിന്റെ ആളത്വവുമായി ബന്ധപ്പെട്ടിരിക്കുക.
നമ്പർ 1. ഓക്കെ. നമ്പർ 2, രണ്ടാമത്തെ കാര്യം അപ്പോസ്തോലിക ഉപദേശവുമായി ബന്ധപ്പെട്ടിരിക്കുക. സി, അപ്പോസ്തോലന്മാരുടെ പ്രസംഗങ്ങളിൽ, ഉപദേശങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ചല്ലേ പ്രസംഗിച്ചത്? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1:18 പൗലോസ് ശ്ലീഹ പറയുന്നത് തന്നെ 1 കൊരിന്ത്യർ 1:18 ഇങ്ങനെയാ പറയുന്നത്: ക്രിസ്തുവിന്റെ വചനം നശിച്ചു പോകുന്നവർക്കും ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്കോ നമുക്കും ദൈവശക്തിയും ആകുന്നു. 23 ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മതി. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എത്ര ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് യേശുക്രിസ്തുവിന്റെ മരണം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഗലാത്യർ 6:14. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ എനിക്കോ മതി. കർത്താവിനെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിടവരരുത്. മൂന്നാമത്തെ കാര്യം, ഇമ്പോർട്ടന്റ് തീം ഓഫ് ദ സ്ക്രിപ്ചർ ഈസ് ഡെത്ത്. തിരുവെഴുത്തുകളിലെ പ്രധാനപ്പെട്ട വിഷയമാണ് യേശുക്രിസ്തുവിന്റെ മരണം. തിരുവെഴുത്തുകളിലെ പ്രധാന വിഷയം. നമുക്ക് ധാരാളം വാക്യങ്ങൾ അതിനെക്കുറിച്ച് അറിയാവുന്നവരാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ തന്നെ തിരുവെഴുത്തിനും പ്രകാരം ജനിച്ചു, തിരുവെഴുത്തിനും പ്രകാരം ജീവിച്ചു, തിരുവെഴുത്തിനും പ്രകാരം അടക്കം ചെയ്യപ്പെട്ടു, തിരുവെഴുത്തിനും പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് കിടക്കുന്നു. തിരുവെഴുത്തുകളിലെ പ്രധാന വിഷയം യേശു ക്രിസ്തുവിന്റെ മരണമായിരുന്നു. യെശയ്യാ 53-ൽ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ചിത്രമല്ലേ നൽകിയിരിക്കുന്നത്? കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായി, രോഗം ശീലിച്ചവനുമായി അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. സ്നേഹിതരെ, നാം അവനെ ആദരിച്ചതുമില്ല. ഓക്കെ, നാം അവനെ ആദരിച്ചത്. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയുന്ന പോലെ നിന്ദിതനായിരുന്നു. നിങ്ങൾ നോക്കൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം തിരുവെഴുത്തുകളിലെ പ്രധാന വിഷയമായിരുന്നു. ക്രിസ്തുവിന്റെ മരണം. 22-ാം സങ്കീർത്തനം എന്തുവാ? എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് തുടങ്ങി താഴോട്ട് എഴുതി വെച്ചിരിക്കുന്ന ഓരോ വാക്യങ്ങളും അവർ എന്റെ അങ്കിക്കായി ചീട്ടിട്ടു, എന്റെ അസ്ഥികളെല്ലാം എനിക്കെണ്ണ, ബുഭുക്ഷയോടെ അലറുന്ന സിംഹം എന്നതുപോലെ അവർ എന്റെ നേരെ വന്നു. എത്ര കൃത്യമായിട്ടാണ് ക്രൂശ് മരണത്തെ അവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. തിരുവെഴുത്തുകളെ മുഴുവൻ പ്രധാന വിഷയം യേശുക്രിസ്തുവിന്റെ മരണമായിരുന്നു. നമ്പർ 4, Old Testament prophets were prophesied about death. പ്രവാചകന്മാരുടെ പ്രവചന വിഷയം യേശുക്രിസ്തുവിന്റെ മരണമായിരുന്നു. ഇപ്പൊ നമ്മൾ യെശയ്യാവ് തന്നെ പറഞ്ഞ 53 ഞാൻ ആവർത്തിക്കുന്നില്ല. ദാനിയേലിനകത്ത് 9-ാം അധ്യായം 26-ാം വാക്യത്തിൽ ദാനിയേൽ പ്രവാചകൻ 9-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, 62 ആഴ്ചവട്ടം തികയുമ്പോൾ കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. മതി. 62 ആഴ്ചവട്ടം തികയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ഓക്കെ, അഭിഷിക്തൻ എന്നാണ് മലയാളം ബൈബിളിൽ കിടക്കുന്നത്. നോ പ്രോബ്ലം. നിങ്ങൾ പലരുടെ കാര്യം ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടല്ലോ, നിങ്ങൾ നോക്കിയാൽ മതി. ദാനിയേൽ പ്രവചനം 9:24 ഇംഗ്ലീഷിൽ തന്നെ കിടക്കുന്ന അറിയാവോ? The Messiah shall be cut off. താങ്ക് യു. മേഴ്സി ഫിലിപ്പിനിൽ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടായിരുന്നല്ലോ. താങ്ക് യു. ഉണ്ടോ? മഷിഹാൻ തന്നെ എഴുതിയിരിക്കുന്നത് The Messiah shall be cut off. നിങ്ങൾ ശ്രദ്ധിക്കൂ പ്രിയരെ,
യേശുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് ദാനിയേൽ പ്രവചിച്ചിരുന്നു. സക്കറിയ പ്രവാചകൻ പ്രവചിച്ചിരുന്നു 11-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ. സക്കറിയ 11:12, സക്കറിയ പ്രവാചകൻ 11-ാം അധ്യായം 12-ാം വാക്യത്തിലും ക്രൂശ് മരണത്തെ മനസ്സുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരുവീൻ, ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ, ദാറ്റ്സ് ഇനഫ്. ഓക്കെ, അതിന് മേലത്തെ താഴത്തൊക്കെ വാക്യം വെച്ചിട്ട് ക്ലിയർ ആയിക്കോളും. അവന്റെ വിലയായ അത് ഇത്ര വെള്ളിക്കാശ് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുമെന്ന് സക്കറിയാവ് എഴുതിയത്, അതും നടന്നു. ഓക്കെ, നമ്പർ 5, ദ കണ്ടന്റ് ഓഫ് ഹെവൻലി സോങ്സ് ആർ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. എന്ന് പറഞ്ഞാൽ സ്വർഗീയ ഗാനങ്ങൾ മലാഖമാർ പാടുന്ന, അല്ല വീണ്ടെടുക്കപ്പെട്ട ദൈവജനം പാടുന്ന സ്വർഗീയ ഗാനങ്ങൾ ഉള്ളടക്കം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മരണമായിരുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുൻപാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യം പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഓക്കെ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നുള്ളവരായ ഞങ്ങളെ നീ വിലയ്ക്ക് വാങ്ങി. ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പാട്ട് ഞങ്ങൾ പാടുന്നു. അങ്ങനെ അതിൻ്റെ അർത്ഥം. അപ്പൊ അവരുടെ പാട്ടിന്റെ അന്തസത്ത, അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. സ്വർഗീയ ഗാനം. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ മീനിങ് ഓഫ് ഇൻകാർണേഷൻ ഈസ് ഫോർ ദ ഡെത്ത്. ജഡാവതരണത്തിന്റെ അർത്ഥം മരണമായിരുന്നു. ഇതുവാ ജഡാവതരണം. യേശുക്രിസ്തു ലോകത്തിലേക്ക് അവതരിച്ചത് എന്തിനു വേണ്ടിയാ? മുമ്പേ നമ്മൾ വായിച്ചായിരുന്നു. മനുഷ്യപുത്രൻ ശുശ്രൂഷിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യിപ്പിക്കാനല്ല, ശുശ്രൂഷിക്കുവാനും തന്നെത്താൻ മറുവിലയാകാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്, മരിക്കാൻ വേണ്ടിയാണ് വന്നത്. The fundamental teaching of gospel is death of Christ. സുവിശേഷത്തിന്റെ അടിസ്ഥാനപരമായ ഉപദേശം യേശുക്രിസ്തുവിന്റെ മരണമായി. സുവിശേഷം എന്ന് പറയുന്നതിനെ സുവാർത്ത എന്നല്ലേ, നല്ല വാർത്ത സൂചിപ്പിക്കുന്നത് മനുഷ്യവർഗത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്ന അനുഭവമാണ് പ്രസംഗ വിഷയം തന്നെ. അതാണ് ഫണ്ടമെന്റൽ ടീച്ചിങ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിന്റെ അടിസ്ഥാന തത്വം യേശുവിന്റെ ക്രൂശ് മരണമാണ്. പ്രീതി, നിങ്ങൾ നോക്കൂ, ഇപ്പൊ വത്തിക്കാനിൽ എടുത്തൊരു തീരുമാനം ഇപ്പോൾ വളരെ വൈറലായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. യേശു ക്രിസ്തുവാണ് ഏറ്റവും വലുത്. നമ്മൾ ക്രിസ്റ്റോളജി പഠിക്കുന്നത് നമുക്കത് വലിയ സന്തോഷമായി. ഇനി അവരെതിർത്താലും നമുക്ക് സന്തോഷക്കുറവൊന്നുമില്ല. കാരണം എന്നാണെന്നറിയാമോ? യേശു മാത്രമേ ഉള്ളൂ. മേരിയോലേട്രി, മരിയ വന്ദന, ഇതൊന്നും നമ്മുടെ ബൈലോയിലുള്ളതല്ല. കാരണം മറിയ ഒരു സൃഷ്ടിയാണ്. സൃഷ്ടിതാവിനെ മാത്രമേ നമുക്ക് ആരാധിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ക്രിസ്റ്റോ ടോക്കോസ് എന്നോ തിയോ ടോക്കോസ് എന്നോ മറിയ അമലോത്ഭവയാണെന്നോ ഒക്കെയുള്ള വിശ്വാസങ്ങളായിരുന്നു അവർ വെച്ചു പുലർത്തിയിരുന്നെങ്കിൽ അതെല്ലാം മാറുന്നു എന്നുള്ളതിൽ നമുക്ക് ദൈവത്തിൽ സന്തോഷിക്കാം. കാരണം യേശു ക്രിസ്തുവാണ് ഏറ്റവും വലിയത്. യേശു ക്രിസ്തുവാണ് നമ്മെ രക്ഷിച്ചത്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ ആദ്യത്തെ ഭാഗം ഇവിടെ പറഞ്ഞു. സമയം ഇവിടെ തീർന്നതുകൊണ്ട് ഞാൻ നിർത്തി. കണ്ടിന്യൂ ചെയ്യും അടുത്ത ക്ലാസ്സിൽ. യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ ആവശ്യകത, മരണത്തിന്റെ പ്രത്യേകത, മരണത്തെക്കുറിച്ചുള്ള ചില ഇന്റർപ്രിട്ടേഷൻസ്, യേശുവിന്റെ മരണം എന്തായിരുന്നു, മരണത്തിന്റെ വ്യാപ്തി, അത്രയും പഠിക്കുമ്പോഴേ ആ സബ്ജക്റ്റ് തീരത്തുള്ളൂ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണം നോക്കൂ. മരണം ആളത്വമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മരണം അപ്പോസ്തോലിക ഉപദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മരണം തിരുവെഴുത്തിലുള്ള പ്രധാന വിഷയമാണ്. മരണം പ്രവാചകന്മാരുടെ പ്രവചന വിഷയമാണ്. യേശുക്രിസ്തുവിന്റെ മരണം സ്വർഗീയ ഗാനങ്ങളുടെ ഉള്ളടക്കമായിരുന്നു. യേശുക്രിസ്തുവിന്റെ മരണമാണ് ജഡാവതരണത്തിന്റെ അർത്ഥം തന്നെ. യേശുക്രിസ്തുവിന്റെ മരണമാണ് സുവിശേഷത്തിന്റെ അടിസ്ഥാനം.
ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഓക്കെ, പ്രിയ പാസ്റ്റർ ലാലു ജേക്കബിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഇറ്റ് വിൽ ബി കണ്ടിന്യൂഡ് ഓൺ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും. ഓക്കെ, നിങ്ങൾ ഒരാൾക്കൊന്ന് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് നമ്മൾ കേട്ട വചന ക്ലാസ്സുകളെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒരു നിമിഷം താഴ്ത്തിക്കൊണ്ട് ദൈവഹിതപ്രകാരം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് യേശു മാത്രം വലിയവനെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നല്ലോ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ദയവായി അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കുവാനോ. കരുണയുള്ള ദൈവമേ, നിങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി കർത്താവിന്റെ അടുക്കൽ പാദപീഠത്തിൽ അടുത്ത് വരുവാനും ദൈവത്തിന്റെ വചനം ശ്രേഷ്ഠമായി കുറെ സഭയെ ഞങ്ങൾക്ക് കർത്താവെ ഗ്രഹിപ്പാനും ഒക്കെ ദൈവം ഇടയാക്കിയല്ലോ. വചനം പഠിപ്പിക്കുവാൻ കർത്താവിന്റെ ബലപ്പെട്ട ദാസനെ ദൈവം ബലപ്പെടുത്തി, അതിനായി സ്തോത്രം. പിന്നെ കർത്താവ് ബലപ്പെടുത്തണമേ, ഉപയോഗിക്കണമേ, ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ നിർത്തണമേ. അനേകർക്ക് പ്രയോജനപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ കടന്നു വന്ന് ഒരുമിച്ച് വചനം പഠിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ബലപ്പെടുത്തണം. ഈ വചന പഠനം എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താവേ കോളേജിന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാ കർത്തദാസന്മാരെയും അനുഗ്രഹിക്കണമേ. അധ്യാപകരെ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിലെ കർത്താവിന്റെ കരങ്ങളിലേക്ക് മുഴുവൻ വിഷയം താഴ്ത്തി സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹവും ആസ്വാദകൃപയും നന്മകളും നമ്മോട് നാം പഠിക്കുന്ന വിഷയത്തോടും കൂടെ പ്രത്യേക കാപ്പായുടെ പ്രവർത്തനങ്ങളോട് ഇനി മുതൽ യേശു ക്രിസ്തുവിന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഓക്കെ, നൽകിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഓക്കെ, എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ നമുക്ക് ചാപ്പൽ സർവീസ് ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ വൈകിട്ട് പറയുന്നതാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.